ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ. വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങി. ഉമ്മാൻ്റെ വീട്ടിലേക്ക് എല്ലാവരും എത്തിക്കണം കേട്ടോ. മമ്മി പപ്പി ഹജ്ജിന് പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അവർ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോകണതാണ് ഇന്നത്തെ വീഡിയോയിൽ. ട്രാവലിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോകുന്നത്. ഒക്കെ സീറ്റ് പിടിച്ചാൻ വേണ്ടി പെട്ടെന്ന് കയറാണ്. ഞാൻ ഈ സീറ്റിലാണ് കേട്ടോ ഇരുന്നത്. ഞാൻ വണ്ടീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു. എല്ലാവരും അവിടെയൊക്കെ ഇരിക്കണമെന്ന് നോക്കട്ടെ. നൂനി മുന്നണിയൊക്കെ ഞങ്ങൾ കാട്ടിത്തരാം കേട്ടോ. നൂഹു അതാ സിന്താത്താൻ്റെ മടിയിലാണ്. ഓന് നല്ല സന്തോഷത്തിലാ. പാണ്ടിക്കാട് എത്തിയപ്പോൾ നാണിക്കാക്കും പാവക്കാക്കും വണ്ടി കയറി. എല്ലാവരും കയറി വണ്ടി നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഓർക്കും സീറ്റ് വേണം. അപ്പോൾ ഓലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് സീറ്റായി. വണ്ടിയിൽ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിക്കണ്. എൻ്റെ ഒരു അടിപൊളി ഡാൻസ് കണ്ടു കേട്ടോ. ഡാൻസൊക്കെ കളിച്ച് ഞാനൊരു അരുവിലിരുന്നു. കുഴങ്ങിട്ടേ പോയി കുറേ എത്തിട്ടോ. കുഞ്ഞിട്ട് കാക്കുനി കാക്കുണ്ടിയൊക്കെ കൊളപ്പൻ പാട്ട് കേട്ടോണ്ടിട്ട് ഞങ്ങള് ഓരപ്പുറത്ത് പാട്ട് വന്ന് നോക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് അടിപൊളി ഡാൻസ് നോക്കിയിട്ട് കമൻറ്റിലാണ് പറയുന്നത് എന്നുള്ളത്. ഡാൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്ന് കുഴങ്ങി. അതൊക്കെ തിന്നേക്കിന് എയർപോർട്ട് റോഡിലേക്കാണ് തിരിഞ്ഞു. ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. മമ്മി പപ്പിയൊക്കെ 9:30 ഇറങ്ങാന്ന് പറഞ്ഞിങ്ങനെ. ഇപ്പോൾ 9:30 കഴിഞ്ഞു. ഒരു വിമാനത്തിനൊക്കെ ഇറങ്ങിയിരിക്കണമെന്നായിരിക്കും തോന്നുന്നത്. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിൻ്റെ ഉള്ളിൽ കയറി. നോക്കിക്കോളിട്ടോ ഇനി ഇതിൻ്റെ ഉള്ളിലത്തൊരു തിരക്ക്. ഹജ്ജിന് കൊണ്ടുവരാൻ വന്നോലെയും അല്ലാത്ത കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്നും ആ കമ്പീൻ്റെ അടി തെക്കിയിട്ടും തിരക്കിയിട്ടും ഒരു സ്ഥലമൊന്നും കിട്ടിയില്ല. കണ്ടില്ലേ എത്രങ്ങാനും ആൾക്കാരാണ് ഇവിടെ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ ലേസുകളെ കടകൾ. പാപ്പയുണ്ട് വാങ്ങിക്കും മുന്നക്കും ചിഞ്ചുവിനും ഇഷമോക്കും ഒക്കെ പല കളറിലുള്ള ലേസുകളും വാങ്ങി. ഇഷമോള് പിന്നെയും ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് വേറെ കളർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഞങ്ങളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും ലേസ് വാങ്ങുകയാണ്. അമ്മച്ചിക്ക് തന്നെ ആയിരിക്കും ഒരു പാക്കറ്റിലൊക്കെ ഉള്ളത്. തീറ്റ മാത്രമൊന്നല്ല കേട്ടോ. മമ്മീറ്റും വരുന്നുണ്ടോയെന്ന് നോക്കുന്നുണ്ട്. മമ്മീറ്റും ഒപ്പം പോകണമല്ലൊക്കെ വെല്ലെടുത്തേക്കണേ. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ നോക്കി നിൽക്കുകയാണ് മമ്മീറ്റ് വരുന്നുണ്ടോന്ന്. ഇതാ അപ്പയും മമ്മിയൊക്കെ വരുന്നതാ. പാപ്പയും കാക്കും ഒക്കെ വരുന്നിടത്തേക്ക് തന്നെ പോയിക്കണം കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുക തന്നെയാണ്. അതാ ഞങ്ങളെ ഓല് കണ്ടിട്ടോ. ഇപ്പം മമ്മി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിട്ടോ. ഞങ്ങളെല്ലാവരും പൊടിച്ച് സന്തോഷം പഠിപ്പിച്ചു. കെട്ടിപ്പൊടിച്ചും ഉമ്മത്തരും ഒക്കെ ചെയ്തു. ഞങ്ങൾക്കും സന്തോഷമായി അവരെ കണ്ടപ്പോൾ. ഹജ്ജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇപ്പോൾ ഓലോട് പറയാണ്.
ഹജ്ജൊക്കെ ഉഷാറായി കഴിഞ്ഞു, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് ഇപ്പം പറയുന്നത്. സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഞങ്ങളൊക്കെ വണ്ടി കയറി. മീറ്റും കൊടുന്ന് മുട്ടായി കാക്കും. അപ്പോൾ തന്നെ ഊരിയൊക്കെ തുടങ്ങിട്ടോ. ഞങ്ങൾക്കൊക്കെ 2-3 മുട്ടായി കിട്ടി. എല്ലാവർക്കും വിശക്കൽ തുടങ്ങി. നല്ലൊരു ഹോട്ടലിൽ കണ്ടപ്പോൾ അതിലാണ് കയറി. കുറച്ചാൾക്ക് ബിരിയാണി മതി, കുറച്ചാൾക്ക് മന്തി മതി, കുറച്ചാൾക്ക് വെറും ചോറും. ഇമ്മച്ചിക്കാൾക്ക് വെറും ചോറ് മതി. പെരീന്ന് വെറും ചോറ് തിന്നാലും ഹോട്ടലിൽ കയറുമ്പോഴും ഇമ്മച്ചിക്ക് വെറും ചോറ്. പക്ഷേ വെറും ചോറിന് വെറൈറ്റി കൂട്ടാൻ ആളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ കരുതിയതൊരു സദ്യയാണോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ എല്ലാവരും ഒരു ഇറക്കായിരുന്നു. പാണ്ടിക്കാട് എത്തിയപ്പോൾ ആ പാപ്പ കടയിലാണ്. പോയി ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലെത്തി. ആരേട്ടോ ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്. അവിടെ എത്തിയപ്പോഴാണ് ഇനി ഇക്കാഞ്ഞൊക്കെ അവിടെ വെച്ച് പൊളിച്ചെടുത്തത്. പിന്നെ ഓരോരുത്തരായി ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അൽഹംദുലില്ലാഹ് മമ്മി ഇപ്പം ഹജ്ജൊക്കെ കഴിഞ്ഞ് റാഹത്തായി വീട്ടിലെത്തി.